ഞാൻ തൃശ്ശൂർ ജില്ലയിൽ പാവർട്ടിയാണ് സ്വദേശം. 25 വർഷമായി ഖത്തറിൽ. പക്ഷേ ഈ ഒരു കൊയിലാണ്ടി മുസ്ലിം വെൽഫെയറിൻ്റെ എല്ലാ വർഷത്തെ പരിപാടിയിലും ഞങ്ങൾ രണ്ടുപേരും ക്ഷണിക്കാറുണ്ട്, ജഡ്ജായിട്ട് നിൽക്കാറുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കത് വേറെ നമ്മളറിയാത്തൊരു സ്ഥലത്ത് പോയ മാതിരി ഫീൽ ചെയ്യാറില്ല. എല്ലാവരും വളരെ ഫ്രണ്ട്ലി. നമസ്കാരം, വെൽക്കം ടു 121 മീഡിയ. ചിച്ചാറ്റിലൂടെ ഖത്തറിലുള്ള നിരവധി അസോസിയേഷൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന അസോസിയേഷൻ തികച്ചും വ്യത്യസ്തമായ ഒരു അസോസിയേഷൻ്റെ പ്രവർത്തന രീതികളാണ്. 44 വർഷമായി ഖത്തർ ആസ്ഥാനമായ കൊയിലാണ്ടി മുസ്ലിം വെൽഫെയർ അസോസിയേഷൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഫസ്റ്റ് സീസൺ 2 ഇവിടെ ആരംഭിക്കുകയാണ്. മെറൂൺ ആൻഡ് വൈറ്റ് വാശിയേറിയ മത്സരം. രാത്രി 11 മണി നടക്കുന്ന പരിപാടി ഇതാ ഇവിടെ തുടക്കം കുറിക്കുന്നു. കൊയിലാണ്ടി ഫസ്റ്റ് സീസൺ 2. കൊയിലാണ്ടി മുസ്ലിം വെൽഫെയർ അസോസിയേഷൻ്റെ ചീഫ് പാട്രൺ, അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ 44 വർഷം പ്രസിഡൻറ്റ്, സെക്രട്ടറി ആയിട്ട് ഒരുപാട് പദവി അലങ്കരിച്ചിട്ടുള്ള ഒരു മഹത് വ്യക്തിയാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. ഇക്ക നമസ്കാരം. എന്താണ് ഈ അസോസിയേഷനെ കുറിച്ചിട്ട് പറയാനുള്ളത്? ഒരുപാട് പറയാനുണ്ടാവും അല്ലേ? 45 വർഷം ആയതാണല്ലോ. ഞാൻ 1980 ഏപ്രിൽ മാസമാണ് ഇവിടെ വന്നത്. അന്ന് ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊയിലാണ്ടിയുള്ള MLA PV മുഹമ്മദ് സാഹിബ് എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അയാളെ സ്വീകരിക്കാനും അതുപോലെ ഒരു കൂട്ടായ്മ ഇവിടെ ഇല്ലായിരുന്നു അന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനപ്രകാരമാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മക്ക് രൂപം കൊടുത്തത്. 1980 ജൂൺ 10-ാം തീയതിയാണ് ഖത്തർ കൊയിലാണ്ടി മുസ്ലിം അസോസിയേഷൻ എന്ന പേരിൽ ഒരു കൂട്ടായ്മ ഉണ്ടായത്. അത് വെറും 22 പേരായിരുന്നു അതുണ്ടായിരുന്നത്. അതിന്ന് പടർന്ന് പന്തലിച്ച് 300ഓളം മെമ്പർമാർ ഇന്ന് ഈ 2024 ഉണ്ട്. കോടിക്കണക്കിന് രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതെല്ലാ മേഖലകളിലും. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർ, നിരാലംബരായ ആളുകൾ, അതുപോലെ പിന്നെ വീടില്ലാത്ത ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കൽ, അങ്ങനെ എല്ലാ മേഖലകളിലും കൈവച്ചിട്ടുള്ള ഒരു പതിപ്പിച്ച ഒരു പ്രവർത്തനമാണ് ഈ ഖത്തർ കൊയിലാണ്ടി മുസ്ലിം വെൽഫെയർ അസോസിയേഷൻ ഇതുവരെ ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും അതിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമായിട്ട് പോകുന്നുണ്ട്. കാരണം അതിനൊരു നല്ലൊരു നിരയിപ്പുണ്ട്. അതായത് നമ്മളെക്കാലം തൊട്ടേ നമ്മൾ 2ാം നിര ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഉള്ള ഒരു ന്യൂ ജനറേഷൻ പിള്ളേരാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളൊക്കെ പഴയ ആളുകളാണ്. അപ്പോൾ ഇപ്പോൾ പുതിയ പിള്ളേരെടുത്താക്കുള്ള അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വരിസംഖ്യ വാങ്ങിക്കാൻ വണ്ടി പോലും ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഞങ്ങൾ നടന്നു പോയിട്ടാണ് പല സ്ഥലങ്ങളിൽ നിന്നും വരിസംഖ്യ വാങ്ങലും, അതുപോലെ കോറിലൊക്കെ വരുന്നെങ്കിൽ ആരെങ്കിലും കൈ കാലൊക്കെ പിടിച്ചിട്ട് ഏതെങ്കിലും വണ്ടിയൊക്കെ ഒപ്പിച്ചിട്ടാണ് അന്ന് ഞങ്ങൾ വന്നിട്ട് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കേട്ടു നാട്ടില് ആംബുലൻസ് അല്ലേ, അങ്ങനത്തെ ഒരുപാട് അല്ലേ, നാട്ടിൽ നഷ്ടം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്, പാലിയേറ്റീവ്. അവർക്ക് ഞങ്ങൾ തുടക്കം മുതലേ അവർക്ക് ഒരു സ്ഥാപനം ഉണ്ടാക്കി കൊടുത്തു. അവിടെ പാലിയേറ്റീവിൻ്റെ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു. അതുപോലെ തന്നെ പിന്നെ ഒരു നല്ല സൗകര്യത്തോടെ ICU ഒക്കെ ഉള്ള ഒരു സൗകര്യത്തോടെ 18 ലക്ഷം റിയാലോളം ഉറുപ്പിയോളം ചിലവാക്കിയിട്ട് ഒരു ആംബുലൻസ് ഇറക്കി. അവർക്ക് തന്നെ ഞങ്ങൾ മൊബൈൽ ഫ്രീസർ വാങ്ങിക്കൊടുക്കും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ പോകുന്ന ആളുകൾക്ക് മരിച്ചുപോയ ബാപ്പമാരെല്ലാം അമ്മമാരൊക്കെ കാണാൻ വളരെ വിഷമമായിട്ട് ആ കാലഘട്ടത്തിൽ. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രീസർ സംവിധാനം ഉണ്ടാക്കി ഒരു മൊബൈൽ ഫ്രീസർ വാങ്ങിക്കൊടുത്തു.
പിന്നെ അങ്ങനെ ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ. പെയിൻ ആൻഡ് പാലിയേറ്റീവിന് വേണ്ടി ഹോം കെയർ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഒരു വാൻ വാങ്ങിക്കൊടുത്തു. അങ്ങനെ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ. ഇപ്പം തന്നെ ഈ അടുത്ത ഈ ഒരു 5-8 വർഷം മുമ്പായിട്ട് നമ്മൾ ഒരു സ്ഥലം മേടിച്ചു. 18 സെൻറ്റ് സ്ഥലങ്ങളും വാങ്ങിയിട്ട് 6 വീടുകളെടുത്തു. അവിടെ നാട്ടിൽ 6 വീടുകളെടുത്ത് ഇപ്പോൾ 6 കുടുംബങ്ങൾ നല്ല സുഖമായിട്ട് താമസിച്ച് പോകുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ആഗ്രഹം അതിൻ്റെ മേലെ ഒരു 6 വീടും കൂടി എടുക്കണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. നല്ല ആഗ്രഹം നടക്കട്ടെ ഈശ്വരൻ പെട്ടെന്ന് തന്നെ. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പം 45 വർഷമായി ഇതിൽ. അപ്പം പുതിയ തലമുറയും പഴയ തലമുറയും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സജീവ പ്രവർത്തനമായിരിക്കുമല്ലോ ഈ അസോസിയേഷനിൽ. അത് എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? കാരണം പുതിയ തലമുറയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുമല്ലോ. ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അന്നുള്ള ആളുകൾക്ക് അന്ന് സോഷ്യൽ മീഡിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം നിങ്ങളിപ്പം പറഞ്ഞ പോലെ വാട്സാപ്പ് സംവിധാനമോ അങ്ങനത്തെ ഒന്നുമില്ലല്ലോ. അതിനെങ്ങനെയാണ്? അപ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം പൈസ മേടിക്കാൻ പോകണമെങ്കിൽ നമ്മൾ നടന്ന് തന്നെ പോകണം. ഒരു റൂമിൽ പോയിട്ട് അന്നൊക്കെ വളരെ തുച്ഛമായ ശമ്പളം മേടിക്കുന്ന ആളുകളാണ്. തീർച്ചയായിട്ടും 600 റിയാൽ 400 റിയാൽ മാക്സിമം 1200 1900 അന്നത്തെ വലിയ ശമ്പളങ്ങൾ. ആ കാലഘട്ടത്തിൽ പോലും നമ്മൾ പിരിച്ചെടുത്തിട്ട് പിന്നെ വേറെ ഒന്നും പറഞ്ഞാൽ അന്നത്തെ റേറ്റ് കൂടുതലായിരുന്നു. അന്ന് 48 റിയാൽ കൊടുത്താലും 1 റിയാൽ കിട്ടും. അങ്ങനത്തെ ഒരു ഇതായിരുന്നു. ഇപ്പോൾ നമുക്ക് 1 റിയാൽ കൊടുത്താലും 20 റിയാൽ കിട്ടും. അങ്ങനത്തെ ഒരു വ്യത്യാസങ്ങളുണ്ടായി. പിന്നെ എന്താണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെ സൗകര്യങ്ങളായി, പ്രവർത്തിക്കാൻ ഒരുപാട് സൗകര്യങ്ങളായി. കാരണം ഇപ്പോൾ ഒരാളോട് പൈസ വേണമെങ്കിൽ ഫറോനുണ്ട്, മറ്റേതുണ്ട്, ഗൂഗിൾ പേ ചെയ്യാം. സൗകര്യങ്ങൾ കൂടി. അന്നത്തെ സൗകര്യങ്ങളല്ലേ. എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും മറ്റുള്ള പഴയ ആളുകളുമാരുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല. സ്നേഹബന്ധങ്ങൾ കുറവാണെന്ന് തന്നെ പറയണം. തീർച്ചയായിട്ടും അവിടെയാണ് നമ്മൾ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചിട്ട് സ്നേഹബന്ധങ്ങൾ ഒരു കുടുംബം പോലെയാണ് കേട്ടോ. സത്യത്തിൽ ഈ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കുടുംബം പോലെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇങ്ങനത്തെ ഓരോ സംഗമങ്ങൾ നടത്തും, അതുപോലെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യും. അപ്പം ഒരു സ്നേഹബന്ധം, ഒരു അടുപ്പം എല്ലാവർക്കും ഉണ്ടാകും. അത് ഒരു പ്രധാന വിഷയമാണ്. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച്. ഇക്ക പറഞ്ഞ പോലെ ഈ ഒരു അടുപ്പവും സ്നേഹവും എന്നും ഈ അസോസിയേഷനിലുള്ള ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് ോടെല്ലാം പോരു നയിച്ച പിതാക്കന്മാരുടെ ചോരകൾ. അല്ലേ? ആ ഓക്കെ. എന്താണ് ഒന്നുകൂടെ? ഓ അത് ശരി, വെറൈറ്റി നെയിം അല്ലേ? പുതിയ ടുണീഷ്യ. എന്നാൽ അതൊന്ന് പറയാമോ, എങ്ങനെയാണ് ആ ട്രഡീഷണൽ ആയിട്ട് ടുണീഷ്യ? പണ്ട് കാലത്ത് അറബികൾ ഇന്ത്യയിലേക്ക് വരുന്നത് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്, വാണിജ്യപരമായിട്ട് ബന്ധപ്പെട്ടാണ്. പ്രത്യേകിച്ച് കൊയിലാണ്ടിക്ക് ഒരു പാരമ്പര്യമുണ്ട്. പന്തലായൻ എന്ന് പറയുന്നത് കൊയിലാണ്ടിയുടെ, കാരണം ഇന്ത്യയിൽ തന്നെ വളരെ അറിയപ്പെട്ട ഒരു പ്രദേശമായിരുന്നു പന്തലായൻ. പന്തലായന് സാമൂർ രാജാവിന് ഏറ്റവും പിന്തുണ നൽകിയ സ്ഥലമാണ് പന്തലായനി. കൊയിലാണ്ടി ഇന്നത്തെ കൊയിലാണ്ടിയുടെ ഭാഗം. അങ്ങനെ അവിടെ പിന്നെ അറബികൾ ധാരാളം എത്തുകയും അവിടെ ബിസിനസ്സിൻ്റെ ബന്ധപ്പെട്ട ഇസ്ലാമിനെ പരിചയപ്പെടുത്തുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്. അങ്ങനെ ട്രഡീഷണലി ഒരു 4-5 ജനറേഷൻ മുകളിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ പിതാക്കന്മാർ ചിലപ്പോൾ ട്യൂണീഷ്യയിലേക്ക് ട്യൂണീഷ്യ, യമൻ, ഹദ്രമൗത്ത് ഇതേപോലുള്ള പ്രദേശങ്ങളിൽ വന്നവരാണ്. ഓക്കെ, ഫൈൻ, താങ്ക് യു. അപ്പോൾ പുതിയ തലമുറയും പഴയ തലമുറയും കൂടിയിട്ടുള്ള ഒരു ഒത്തുചേരലാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലേ? അത് വലിയൊരു സന്തോഷമാണ് തരുന്നത്. കാരണം ഈ പഴയ തലമുറയിലുള്ള ആൾക്കാരും സ്റ്റിൽ ഇപ്പോഴും ഈ കൂട്ടായ്മയിൽ ഉണ്ട് എന്ന് കേൾക്കാൻ സാധിക്കുന്നത് വളരെ സന്തോഷം. 44 വർഷമാണ് ഈ കമ്മിറ്റിയുടെ. അതെ അതെ. ഞാനിവിടെ 36 വർഷമായി ഖത്തറിൽ. അതായത് എന്നെപ്പോലെ തന്നെ അന്നുണ്ടായിരുന്ന താഹിർ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ KK മുസ്താഹിബ്, അതുപോലുള്ള ഇന്നും ഇതുപോലെ കമ്മിറ്റിയിൽ സജീവമായ ഒത്തിരി പേരുണ്ട്. ഇന്ന് ഞങ്ങളെ ബാറ്റൺ കൈമാറിക്കുന്നത് യങ്സ്റ്റേഴ്സിനാണ്. ഇന്ന് യങ്സ്റ്റേഴ്സിന് കൈമാറിന് ശേഷം സർവോപരി അന്നത്തേക്കാൾ ഉപരി ഇന്ന് സ്പോർട്സിനും ഗെയിംസിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കൂട്ടായ്മയെ നന്നായി ചലിപ്പിക്കാനെന്ന് കഴിയുന്നുണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എങ്ങനെയാണ് അതിനെ കാണുന്നത്?
പഴയ തലമുറയിൽ നിന്ന് നോക്കുമ്പോൾ അല്ല, അത് രണ്ട് വ്യൂ ആണ്. അന്നത്തെ കാലഘട്ടം 35 വർഷത്തെ മുമ്പുള്ള 40 വർഷം മുമ്പുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ അന്ന് ഈ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഒത്തുചേരാനും അതുപോലെ നമുക്ക് ഇന്നത്തെ ആ കാലഘട്ടത്തിലൊക്കെ എങ്ങനെയായിരുന്നു ഈ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ അത് സംഘടിപ്പിക്കുന്നത്? അന്ന് വളരെ പ്രയാസം. അന്ന് നോക്കിയാൽ കൊയിലാണ്ടിക്കാരുടെ ഇടയിൽ ഞങ്ങളുടെ ഇടയിൽ ഒരു കാറുള്ളവർ നടന്ന് നോക്കിയാൽ ഒരാളങ്ങ് വന്ന് കാറുള്ളത്, അതും എൻ്റെ കാറിൽ വർക്ക് ചെയ്യുന്ന ഒരു ഹംസ എന്നൊരാളാണ്. എൻ്റെ കാറിൽ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കാറ് ഫ്രീ ആണെന്ന് ഞങ്ങളെ പ്രചരണത്തിൽ ഉപയോഗിച്ചിരുന്നത്. അത് ശരി. അത് അന്നൊരു കാറുള്ള ഒരാൾ ഞങ്ങളെ സഹപ്രവർത്തകരെ മെമ്പർമാരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ പിന്നെ ആ സമയം കണ്ടെത്തണം. പോകാൻ പ്രയാസം. തീർച്ചയായിട്ടും 10 റിയാൽ അന്ന് ഞങ്ങൾ പരിസംഖ്യ വാങ്ങാറുണ്ടായിരുന്നു. ഇന്നും ആ 10 റിയാലാണ് ഞങ്ങളുടെ പരിസംഖ്യ. പിന്നെ മാറ്റങ്ങൾ ഒരുപാട് വന്ന് ഒരുപാട് ബിസിനസ്മാൻമാരുണ്ടായി. കൊയിലാണ്ടിയിൽ നിന്ന് ഇത് സാമ്പത്തികമായി വളർന്നു. വിശേഷമായി ഈ കമ്മിറ്റി ഈ അടുത്ത കാലത്ത് ഞങ്ങൾ 6 കുടുംബങ്ങൾക്ക് 6 വീട് സ്ഥലം അടക്കം വാങ്ങി വെച്ച് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളൊരു മുതൽക്കൂട്ടായിട്ട് തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പം അന്നൊക്കെ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം ഇക്ക പറഞ്ഞ പോലെ വളരെ ബുദ്ധിമുട്ടാണ് ഒരു മീറ്റിംഗ് കാര്യങ്ങൾ. ഇപ്പോൾ അതൊന്നുമില്ല. വാട്സപ്പിൽ കൂടി മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന വെന്യൂവിൽ എത്തിച്ചേരുകയും. അപ്പോൾ ആ ഒരു പ്രവർത്തനത്തിൽ നിന്ന് നോക്കുമ്പം എന്താണ് വേറിട്ടൊരു അനുഭവം ഉണ്ടാവുമല്ലോ ഇക്കയ്ക്ക്? തീർച്ചയായിട്ടും അത് കുറെ കൂടി നമുക്ക് പ്രവർത്തനങ്ങൾ വൈഡാക്കാൻ കഴിഞ്ഞതാണ്. അന്നത്തെക്കാൾ വളരെ വൈഡാക്കാൻ കഴിഞ്ഞു. അന്ന് നമുക്ക് വളരെ ലിമിറ്റഡ് പേഴ്സൺസ് മെമ്പർമാരുടെ എണ്ണവും കൂടി. ഞങ്ങളുടെ വിട്ടുപിരിഞ്ഞു പോയ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് ഊർജവും തൻ്റെ സമ്പത്തൊക്കെ നൽകിയ ഒരുപാട് പേരുണ്ട്. MK മൊയ്‌സ് സാഹിബിനെ പോലുള്ള മരിച്ചുപോയ അദ്ദേഹമൊക്കെ ഒരുപാട് സംഘടനയ്ക്ക് വേണ്ടി എപ്പോഴും അന്ന് വിശേഷമായി കാണുന്ന പ്രത്യേകത എന്താ വെച്ചാൽ ഈ സംഘടനയിൽ ഇതിൻ്റെ ഭാരവാഹി സംഘത്തേക്ക് വരാനും ആരും അധികം മത്സരിക്കാറുള്ളത്. അങ്ങനെ ആവുമ്പോഴാണ് ഒരു സംഘടന നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത്. അതിന്റെ തെളിവാണ് നമ്മുടെ ബാക്കിൽ കാണാൻ സാധിക്കുന്നത്. ഇത്രയും ഒത്തൊരുമയോടിട്ടുള്ള അവരുടെ ഒരു ഐക്യം എന്ന് പറയുന്നത് വളരെ ഇതാണ്. എന്താണ് ഇക്കയ്ക്ക് എന്തെങ്കിലും മെസ്സേജസ് പാസ് ചെയ്യാനുണ്ടോ? തീർച്ചയായിട്ടും. കാരണം മനുഷ്യൻ സമൂഹജീവിയാണ്. ഇത് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും ചേർന്ന നല്ല കുടുംബം. അതല്ല കുടുംബം നമ്മളെ നാട്ടുകാർ, നമ്മളെ പ്രദേശത്തുകാർ, നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്ന പാവങ്ങൾ നാട്ടിൽ വിളിച്ചാൽ വിളിപ്പാളാകാൻ ഞങ്ങളുണ്ട്, ഞങ്ങളെ സഹായിക്കാരെങ്കിലും ഉണ്ട് എന്ന് മനസ്സിലായി തോന്നിച്ച മതി എന്നുള്ളതാണ്. ഞങ്ങളുണ്ട്, നിങ്ങളെ കൂടാതെ ഞങ്ങൾക്ക് അവരുണ്ട് എന്ന് തോന്നിച്ച അതുണ്ടാക്കാൻ കഴിയാവുന്നതാണ്. തീർച്ചയായിട്ടും ആ ഒരു തോന്നൽ ഇവിടെ വന്നപ്പോൾ നമുക്കും അത് മനസ്സിലായിട്ടുണ്ട്. തീർച്ചയായും. അപ്പം ഇനിയും ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ഞങ്ങൾ പിന്നെ കോടിക്കണക്കിന് രൂപയുടെ റിലീഫ് പ്രവർത്തനം നടത്താൻ കഴിഞ്ഞാൽ അത് ഞങ്ങളെ കഴിവായിട്ട് ഞങ്ങൾ കാണുന്നില്ല. ദൈവം മനുഷ്യന് സമ്പത്ത് നൽകുന്നത് അത് അവൻ്റേത് മാത്രമല്ല, അത് പരജീവികളുടെ അവൻ്റെ കുടുംബത്തിൻ്റെ അവൻ്റെ അയൽവാസികളുടെ അവൻ്റെ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വിഹിതം അവനുള്ളതാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അതിൻ്റെ ഇതിനോടൊപ്പം കൂടെ കഴിയുന്നത് ദൈവാനുഗ്രഹമായിട്ട് കരുതുന്നത്. തീർച്ചയായിട്ടും ഇതുപോലെ ഈ സാഹചര്യം നിങ്ങളോടും ഒരുപാട് അപ്പോൾ താങ്ക് യു ഇക്ക പറഞ്ഞതുപോലെ ഒരു അസോസിയേഷൻ, ഒരു കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ഒരുപാട് അതിന് പ്രതീക്ഷകളും അതുപോലെ ഒപ്പം തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ സമൂഹത്തിൽ നൽകാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത്. ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഇനിയും അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. കൊയിലാണ്ടി ഫെസ്റ്റ് സീസൺ 2 ഇന്ന് രാവിലെ 8 മണി മുതൽ തുടങ്ങിയൊരു പ്രോഗ്രാമാണ്. പറയാൻ വാക്കുകളില്ല. കാരണം മെറൂൺ വൈറ്റ് 2 ടീമിൻ്റെ അടിസ്ഥാനത്തിൽ വാശിയേറിയ മത്സരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ 1991 ഖത്തറിലെത്തിയത്. 92 മുതൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ കൂട്ടായ്മയാണ് ഖത്തർ കൊയിലാണ്ടി മുസ്ലിം വെൽഫെയർ അസോസിയേഷൻ. ഇത് ഇന്ന് ആദ്യമായി ഇത്ര 44 വർഷമായെങ്കിലും കൊയിലാണ്ടി ഫെസ്റ്റ് സീസൺ 2 വലിയൊരു പ്രോഗ്രാമാണ്. ഇതിൻ്റെ പിന്നിൽ വനിതാ വിങ്ങിൻ്റെ വലിയൊരു പ്രവർത്തനമുണ്ട്. കാരണം സ്കിറ്റായിക്കോട്ടെ, ഒപ്പന, ഡാൻസ്, കളർഫുൾ, അവരെ പറയാൻ വാക്കുകളില്ല. അത്രയും ഒരു പ്രൊഫഷണൽ ടച്ചോടൊക്കെയാണ് വനിതാ വിങ് ഈ പ്രോഗ്രാമിനെ കാണുന്നത്. നല്ല രീതിയിൽ അവർ എഫർട്ട് എടുത്തിട്ടുണ്ട്, നല്ലത് ചെയ്യുന്നുണ്ട്.
അപ്പം എല്ലാവരും ഒന്നിനൊന്ന് മെച്ചത്തിലുള്ള പ്രോഗ്രാമാണ്. ഓരോരുത്തരും ഏൽപ്പിച്ച ഉത്തരവാദിത്വം വളരെ ഭംഗിയായി ചെയ്യുന്നുണ്ട്. അത് ഈ ഖത്തർ കൊയിലാണ്ടി മുസ്ലിം വെൽഫെയറിലെ എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണെന്ന് കൊയിലാണ്ടി ഫെസ്റ്റ് സീസൺ 2. വർഷമുള്ള സംഘടനയാണല്ലോ. അപ്പം ഒരുപാട് പ്രസിഡന്റുകളും ഒക്കെ മാറി മാറി വന്ന ഒരിത് ഇപ്പം പുതിയ ഈ തലമുറയിലെ പ്രസിഡന്റ് പദവി അലങ്കരിക്കുകയാണല്ലേ, എന്താണ് പറയാനുള്ളത്? ആക്ച്വലി കഴിഞ്ഞ 44 വർഷമായിട്ട് ഉള്ളൊരു കമ്മിറ്റിയാണ് നമ്മുടെ കമ്മിറ്റി. എൻ്റെ ഫാദർ മുതൽ ഈ കമ്മിറ്റിയിലുള്ളവരായിരുന്നു. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ ജനറേഷനാണ് ഇപ്പം കൊണ്ടുപോകുന്നത്. അപ്പം എന്താ പറയുക, നമ്മളിപ്പം ആക്ച്വലി എല്ലാ വർഷവും ഇതുപോലെ കൊയിലാണ്ടി ഫെസ്റ്റ് എന്നൊരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. അത് ശരിക്കും അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ നമ്മളെ കൊയിലാണ്ടിയിലെ ആളുകളൊക്കെ തന്നെ ഒരുമിച്ച് കൂട്ടാനും നമ്മൾ സ്വന്തം കുടുംബത്തോടുള്ള ഉത്തരവാദിത്വം ചെയ്യുന്നതോടൊപ്പം തന്നെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കൂടാതെ നമ്മളെ മെമ്പർമാർ, ഫോർ എക്സാമ്പിൾ നമ്മളെ ഖത്തറിൽ തന്നെ ഒരുപാട് ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യർ, സാമ്പത്തിക പ്രശ്നങ്ങളുള്ള മനുഷ്യർ, അവരൊക്കെ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ കമ്മിറ്റിക്ക് പറ്റാവുന്ന സഹായങ്ങൾ നമ്മൾ അവരിൽ എത്തിച്ചു കൊടുക്കുക, അവരുടെ കുടുംബത്തിൽ എത്തിച്ചു കൊടുക്കുക. അതുകൂടാതെ നാട്ടിൽ ഒരുപാട് പദ്ധതികൾ കഴിഞ്ഞ 45 വർഷമായിട്ട് റേഷൻ പദ്ധതികൾ, ധനസഹായങ്ങൾ, വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കൽ, അങ്ങനെ ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഊന്നികളുടെ സംഘടനയാണ്. അതുകൂടാതെ ഇവിടുത്തെ മെമ്പർമാർക്ക് അവർക്ക് ഒരു ലോൺ പദ്ധതികൾ, ഫോർ എക്സാമ്പിൾ ഇപ്പം തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് അവർക്ക് പലിശരഹിതമായിട്ടുള്ള ലോണ്, അതുകൂടാതെ പിന്നെ അവരുടെ മക്കളുടെ പഠനം, നാട്ടിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ സഹായിക്കും. ഒട്ടനവധി പ്രധാനപ്പെട്ട ചാരിറ്റി പ്രവർത്തനം തന്നെയാണ് നമ്മൾ നടത്തി വരുന്നത്. കൂടാതെ ഇത്തരത്തിലുള്ള ഫെസ്റ്റിവലുകൾ സംഘടിപ്പിച്ചുകൊണ്ട് എന്താണ് കൊയിലാണ്ടി സീസൺ ഫെസ്റ്റ് സീസൺ 2 ആണ്. എല്ലാ വർഷവും നമ്മൾ നടത്തുന്നുണ്ട്. കഴിഞ്ഞ വർഷം നടത്തി, ഈ വർഷമുണ്ട്, ഇനി അടുത്ത വർഷം ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. പുതിയ കമ്മിറ്റി വരേണ്ടതായിട്ടുണ്ട്. ഈ ഡിസംബറിൽ പുതിയ കമ്മിറ്റി രൂപം നൽകും. അവരുടെ പദ്ധതികളും എന്തായാലും പുത്തൻ ആശയങ്ങളൊക്കെ തന്നെയായിരിക്കും. പുതിയ മാറ്റങ്ങൾ, പുതിയ തലമുറകൾ പുതിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എങ്ങനെയാണ് ഈ ന്യൂ ജനറേഷൻ ആൾക്കാർ ഇതിലേക്ക് വരുന്ന ഒരു ഇതുണ്ടാവുമല്ലോ, ഒരു റീസൺ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവരുടെ ഒരു പ്രവർത്തനവും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് ആസ് എ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ? ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടുവരുന്ന പ്രവണത എന്ന് പറയുന്നത് പലപ്പോഴും പുതിയ ജനറേഷന് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഒരു വിമുഖതയാണ്. അവർ ചെറിയൊരു ചട്ടക്കൂടിൽ മാത്രം ഒതുങ്ങിപ്പോടുന്ന ഒരു ജീവിതം അവർക്കുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള മേഖലകളായി ഫുട്ബോൾ, കായിക വിനോദങ്ങൾ, മറ്റു സ്റ്റേജ് പ്രോഗ്രാം, കലാപരിപാടികളൊക്കെ ഞങ്ങൾ ഇത് സംഘടിപ്പിക്കുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഈ കമ്മിറ്റിയിലേക്ക് വന്നു ചേരാനും അവരുടെ കോൺട്രിബ്യൂഷൻ നമുക്ക് ഈ കമ്മിറ്റിയിൽ ഉറപ്പുവരുത്താനും പുതിയൊരു ജനറേഷൻ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതിലൂടെ. തീർച്ചയായിട്ടും. അതുപോലെ ഇതിലേക്ക് വരാനുള്ള എന്തെങ്കിലും ക്രൈറ്റീരിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, നമ്മൾ ജസ്റ്റ് കൊയിലാണ്ടിയിലെ ഒരു വ്യക്തിയായിരിക്കും, കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിയുള്ള ആളായിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്ത് ഖത്തറിലുണ്ടായിരിക്കാം, അത് മാത്രമേ ഉള്ളൂ. ചെറിയ മക്കളൊക്കെ വളർന്നു വരികയാണല്ലോ, അവർക്കുള്ള കോൺട്രിബ്യൂഷൻ എന്താണ്? എന്തെങ്കിലും പുതിയ പദ്ധതികളോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാനിൽ? ആക്ച്വലി അവരുടെ വിദ്യാഭ്യാസം തന്നെയാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെയുള്ള പ്രവാസിയായിട്ടുള്ള അച്ഛനോ അമ്മയോ ആരാന്ന് വെച്ചാൽ അവരുടെ കുട്ടികൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ നാട്ടിലുണ്ടെങ്കിൽ അതിൽ ഇടപെടുന്നതാണ്. ഇവിടെ എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങൾ അതിൽ ഇടപെടുന്നതാണ്. അതുകൂടാതെ അവരുടെ അഭിരുചികളായിട്ടുള്ള ഇപ്പം കല, കായിക മേഖലകളിൽ ഏതെങ്കിലും തരത്തിലുള്ള സംഭാവനകൾക്ക് നൽകാനുള്ള അവസരം നമ്മൾ കമ്മിറ്റി രൂപം നൽകിയിട്ടുണ്ട്. അത് മുന്നോട്ട് പോകുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു പ്രസിഡന്റ് എന്നുള്ള പദവിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ കമ്മിറ്റി സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പൊസിഷൻസ് വലിയൊരു വാല്യൂ ഒന്നുമില്ല. പൊസിഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു പൊസിഷൻ നൽകേണ്ടത് കൊണ്ട് മാത്രം നൽകുന്ന ഒരു സംഭവമാണ്. അല്ലാതെ എൻ്റെ ഒരു മഹത്വം കൊണ്ടോ വേറൊരു മഹത്വം കൊണ്ടോ ഇവിടെ ഒരു പൊസിഷനും നമ്മൾ ആർക്കും നൽകാറില്ല. ഞാനൊരു പൊസിഷൻ തൽക്കാലം വഹിക്കുന്നത് മാത്രം. പക്ഷെ നമ്മളെല്ലാം കൂട്ടായിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമ്മളൊരു ടീമാണ്. ഇപ്പോൾ എൻ്റെ മാത്രമായിട്ട് ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവില്ല. നമ്മൾ ടീമായി നിൽക്കുമ്പോഴാണ് ഇതിന്റെ ബലം. എങ്ങനെ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് ഈ ഒരു? ഇതിപ്പോൾ എൻ്റെ ലാസ്റ്റ് ടേമാണ്. ഇപ്പോൾ 2ാമത്തെ വർഷം പൂർത്തിയാവാൻ പോകുന്നു. ഈ ഡിസംബറിൽ പുതിയ ഈ മാസം അവസാനത്തോടുകൂടി പുതിയ കമ്മിറ്റി രൂപകൽപ്പന ചെയ്യേണ്ട സമയമായി. ആക്ച്വലി ജനറൽ ബോഡി വരണം, തെരഞ്ഞെടുപ്പ് നടക്കണം, പുതിയ ടീം വരും. അപ്പോൾ ഒരുപാട് താങ്ക് യു. ഇനിയും എന്താ പറയുക, പുതിയ കമ്മിറ്റി വരുമ്പോൾ നിങ്ങൾ ചെയ്യുന്നതിനെക്കാട്ടിൽ കുറച്ചും കൂടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മൾ
പുതിയ ടീമിനെ വാർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും നമുക്ക് പ്രളയം എന്നൊരു ഐഡിയ നമുക്കില്ല. പുതിയ ആളുകൾ വരണം, പുതിയ ഐഡിയാസ്, പുതിയ ആളുകൾ, പുതിയ ഐഡിയകൾ, പുതിയ ആശയങ്ങളൊക്കെ വന്നിട്ട് ഈ കമ്മിറ്റി എന്നേക്കും നിലനിന്ന് പോകണം തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. കൊയിലാണ്ടി മുസ്ലിം വെൽഫെയർ അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി ജാബറാണ് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം. കൊയിലാണ്ടി ഫെസ്റ്റ് സീസൺ 2 അല്ലേ? അതാണ് നമുക്ക് കാണാൻ ഗ്രൗണ്ടിൽ ആരവമാണ് നിങ്ങൾക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ സാധിക്കുന്നത്. വളരെ ആവേശത്തോടു കൂടിയാണ് നമ്മളെ മെമ്പർമാർ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ വളരെ ആവേശകരമായ രീതിയിൽ നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഐറ്റംസ്, കൂടുതൽ മത്സരങ്ങളും കൂടുതൽ പൊലിമയേറിയ പരിപാടികൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ തവണ നമ്മൾ സംഘടിപ്പിക്കുന്നത്. വളരെയധികം സ്പിരിറ്റോടു കൂടിയാണ്, വളരെയധികം വാശിയും വീറും വഴി. അതായത് ഈ മത്സരം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ഒന്നിച്ച് നമ്മുടെ കൂട്ടായ നമ്മുടെ ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അഹോരാത്രം, അതായത് എല്ലാ മേഖലയിലും ഏത് രീതിയിലും അവരുടെ സപ്പോർട്ട്, കഠിനമായിട്ടുള്ള സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇത്രയും എത്തിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 44 വർഷം കഴിഞ്ഞ ഈ സംഘടന വളരെ റെയറായിട്ടുള്ള ഇത്തരം രീതിയിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു സംഘടനയാണ്. ഇത്രയും കാലപ്പഴക്കമുള്ള പ്രവാസ ലോകത്ത് നിൽക്കുന്നൊരു സംഘടനത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ പലിശരഹിത വായ്പയായിട്ട് 10,000 റിയാലോളം ഒരു ഈടുമില്ലാതെ നമ്മൾ വായ്പയായിട്ട് കൊടുക്കുന്നുണ്ട്. അവർക്ക് തിരിച്ചടവിൽ 500 റിയാലോ അല്ലെങ്കിൽ അവർക്ക് കഴിയുന്ന രീതിയിൽ തിരിച്ചടവ് അനുവദിക്കുന്ന രീതിയിൽ നമ്മൾ വായ്പ കൊടുക്കുന്നുണ്ട്. പെട്ടെന്നുള്ള അത്യാവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് അവർക്ക് മീറ്റ് ചെയ്യാനുള്ള രീതിയിൽ ഇപ്പോൾ നമ്മൾ തുടർന്ന് ഇപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് മെമ്പർമാർക്ക് വേണ്ടിയിട്ട് ഒരു HR വിങ് ഉണ്ട്. കൂടുതൽ ശക്തമായ രീതിയിൽ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി, അതായത് അവർക്ക് ഇവിടെ ജോലി വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ കൂടുതൽ ഗ്രൂപ്പിൽ കൂടിയിട്ട് നമ്മുടെ കമ്മിറ്റി മെമ്പർമാർക്ക് ഈ ഖത്തറിൽ ഒഴിവ് വരുന്ന ജോലികൾക്ക് പ്രൊമോട്ട് ചെയ്യുക. ഇതിനോടകം തന്നെ 4-5 ആളുകൾക്ക് നമുക്ക് ജോലി വേക്കൻസി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ ജോലി നൈപുണ്യം നേടാൻ വേണ്ടിയിട്ട് അവർക്ക് പ്രാക്ടീസ്, കരിയർ ഗൈഡൻസ് പോലത്തെ കാര്യങ്ങൾ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി സാമ്പത്തികമായിട്ട് കൂടുതൽ നമ്മളൊരു തവണ ഒരു ക്ലാസ് സാമ്പത്തിക ആസൂത്രണത്തിനുള്ള ഒരു ക്ലാസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനിയും ആ രീതിയിൽ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവാസികൾ തിരിച്ചു പോകുമ്പോൾ തീരെ മിച്ചമില്ലാത്ത ഒരു അവസ്ഥ ഒഴിവാക്കാനായിട്ട് അവർക്ക് ആ രീതിയിലുള്ള ഒരു സപ്പോർട്ട് കൂടി, ബെനിഫിറ്റ് വീണ്ടും ഒരു അവർക്ക് എന്തെങ്കിലും വരുമാനം കിട്ടുന്ന രീതിയിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. എവിടെയും എത്തിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് തുടർന്ന് ഈ അടുത്ത ഇത് തന്നെ അതിനുള്ളൊരു സംവിധാനം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനൊക്കെ നമ്മൾ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സപ്പോർട്ടീവായിട്ടുള്ള നമ്മുടെ മെമ്പേഴ്സിൻ്റെ പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ ഊന്നൽ നൽകുന്നത്. നാട്ടിൽ ചാരിറ്റിയും കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതോടുകൂടി, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുന്നതോടുകൂടി ഇവിടെയുള്ള അംഗങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ കൂടി നമ്മൾ ഉറപ്പുവരുത്താൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ വർഷം തോറും നമ്മുടെ ഈ നടത്തുന്ന ഈ ഇവൻറ്റുകൾ നമ്മുടെ കൂട്ടായ്മയുടെ ഈ ബോണ്ടിങ്, ഈ അടുപ്പ് വർദ്ധിപ്പിക്കാൻ, ബന്ധത്തിൻ്റെ ഈ അടുപ്പ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉതകുന്ന ഈ രീതിയിലുള്ള ബോണ്ടിങ്, അതുപോലെ തന്നെ മാസാന്ത രീതിയിൽ തന്നെ ഞങ്ങൾ നടത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇതിന് പുറമെ ഈ സമ്മർ വെക്കേഷൻ സമയത്ത് കുട്ടികൾക്ക് ലിറ്റിൽ ചാമ്പ് എന്ന് പറഞ്ഞൊരു ക്യാമ്പ് നടത്താനും ആഗ്രഹിക്കുന്നുണ്ട്. അതൊക്കെയാണ് നമ്മുടെ ഈ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് നേരത്തെ ചെയ്യാത്ത ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഉള്ളത്. കുട്ടികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്. അതെ, പല സംഘടനകളും കുട്ടികൾ എന്താ പറയുക, നമ്മളങ്ങനെ ചെറിയ മക്കളല്ലേ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊരു നല്ല കാര്യം തന്നെയാണ്. നിങ്ങൾ ലിറ്റിൽ ചാമ്പ്യൻ, അവരാണല്ലോ നാളത്തെ നമ്മുടെ വാഗ്ദാനമായിട്ട് മാറും. ഒരുപാട് ചാരിറ്റികളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ആസ് എ മെഡിക്കൽ ഫീൽഡിലേക്ക് കൈകടത്തുമ്പോൾ എന്താണ് നിങ്ങൾക്ക് കൂടുതൽ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്? അതേപോലെ തന്നെ തണൽ കൊയിലാണ്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡയാലിസിസ് മെഷീൻ കൊടുത്തിരുന്നു. അതേപോലെ തന്നെ നമുക്ക് പ്രത്യേകതര ഒരു ഫണ്ടുണ്ട്, മെഡിക്കൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആരോഗ്യപരമായിട്ടുള്ള, അതായത് മെഡിക്കൽ ചികിത്സ സംബന്ധമായിട്ടുള്ള സഹായങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക തന്നെ ഫണ്ട് തന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഏതെങ്കിലും അത്യാവശ്യമായിട്ട് വരുന്ന മെഡിക്കൽ എയ്ഡുകൾക്ക് നമ്മൾ അത് തന്നെ കൊടുക്കുന്നത്. അങ്ങനെ ഒരു ആരോഗ്യ രംഗത്ത് നമ്മൾ തന്നെ ഒരു പ്രത്യേകതര
ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ട്. പിന്നെ അതേപോലെ തന്നെ വിദ്യാഭ്യാസം നമ്മൾ കൊയിലാണ്ടി ഗവൺമെൻറ് മാപ്പിള സ്കൂളിൽ പിന്നോക്കം, കോഴിക്കോട് ജില്ലയിൽ തന്നെ വളരെ പിന്നോക്കം നിന്നൊരു സ്കൂളായിരുന്നു. ആ സമയത്ത് 5 വർഷത്തെ കുട്ടികളെ 5 വർഷക്കാലം കുട്ടികളെ ദത്തെടുത്തുകൊണ്ട് ജീവിതത്തിലേക്കുള്ള A+ പടവുകൾ എന്ന ഒരു പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കിയിരുന്നു. പക്ഷേ ഇടയ്ക്ക് കൊറോണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വന്നതുകൊണ്ട് മുടങ്ങിപ്പോയതാണ് ഉണ്ടായിട്ടുള്ളത്. വീണ്ടും ഇതുപോലുള്ള വിദ്യാഭ്യാസ പ്രവർത്തന മേഖലകളിൽ പ്രവർത്തിക്കാൻ വളരെ സന്നദ്ധരാണ് ഞങ്ങൾ. അതിനുള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകും. ഓക്കെ, ഒരുപാട് സന്തോഷം. ഇനിയും നിങ്ങളുടെ ഇതുവരെ കേട്ടതിൽക്ക് നല്ല നല്ല പ്രവർത്തനങ്ങൾ രീതികളാണ്. ഇനിയും ഒരുപാട് ഇതിലും മെച്ചപ്പെട്ട പ്രവർത്തന രീതികൾ കാഴ്ചവെക്കാൻ കമ്മിറ്റിയിലുള്ളവർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ട്രഷറിന് ഒരുപാട് എന്താ പറയുക വാല്യൂ ഉള്ളതാണ്. ട്രഷറിൻ്റെ കൈകളിലൂടെയാണ് ധനം ഇങ്ങനെ പോകുന്നത്. അപ്പോൾ എന്താണ് ജംഷീന് പറയാനുള്ളത്? ഞാനിപ്പോൾ ഈ കമ്മിറ്റിയിൽ ഈ വർഷം ഈ ടേമിൽ ട്രഷറായിട്ട് വന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ എല്ലാ മാസവും റേഷൻ പദ്ധതിയുണ്ട്. 21ഓളം ആളുകൾക്ക് എല്ലാ മാസവും റേഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ റമദാൻ മാസം ഏകദേശം 5-6 ലക്ഷം രൂപയുടെ കിറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ നാട്ടിലെ പല ആവശ്യങ്ങൾക്കുമായിട്ട് വരുന്ന സഹായങ്ങളുണ്ട്. ഇപ്പം ഈ ട്രഷർ എന്ന് പറയുമ്പോൾ ഒരു ഭാരിച്ച ഉത്തരവാദിത്തമാണല്ലോ, പ്രത്യേകിച്ച് ഫണ്ട് കളക്ഷൻ. നമ്മളൊരു എന്താ പറയുക, ഒരു പ്രവർത്തനത്തിൽ ചെല്ലുന്ന ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് ധനം തന്നെയാണ് അല്ലേ, ഫണ്ടാണ്. അപ്പം അതെങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്? ഇപ്പം ഫോർ എക്സാമ്പിൾ മാസമായിട്ട് വരിസംഖ്യ അല്ലെങ്കിൽ ഇയർലി അങ്ങനെ എന്തെങ്കിലും പദ്ധതികളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇത് ആക്ച്വലി വരിസംഖ്യ ഉണ്ട്. അതുകൂടാതെ ഇപ്പോൾ എന്തെങ്കിലും സഹായങ്ങൾ, ഇപ്പോൾ നമ്മൾ ഒരു വർഷം നമ്മൾ കമ്മിറ്റി രൂപീകരിക്കുന്ന സമയത്ത് ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കും. പിന്നെ വിദ്യാഭ്യാസം 1 ഇയർ 2 ഇയർ നമ്മൾ ആ കമ്മിറ്റിയുടെ ഡ്യൂറേഷൻ, പിന്നെ വിദ്യാഭ്യാസം, പിന്നെ അതേപോലെ തന്നെ ആരോഗ്യം, പിന്നെ ഈ റേഷൻ, അങ്ങനെ പല കാറ്റഗറി വൈസ്. എന്നിട്ട് ആളുകളോട് പിന്നെ നമ്മൾ മെമ്പർമാരോട് തന്നെ പിന്നെ മന്ത്ലി ഇപ്പോൾ റേഷൻ ആണെങ്കിൽ ഒരു മെമ്പർ പിന്നെ ഒരാൾക്കുള്ള റേഷൻ ഒരു വർഷത്തേക്ക് ഏറ്റെടുക്കും. അതേപോലെ തന്നെ പിന്നെ ഇപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും അർജൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മെമ്പർമാർ തന്നെ ആ കയ്യിൽ നിന്ന് അതിനൊരു കണക്കില്ല, ഓരോരുത്തർക്കും എത്രയാണോ കഴിയുന്നത് കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റുന്ന ആ രീതിയിൽ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ട് പിന്നെ അങ്ങനെയാണ് ഞങ്ങൾ മെയിനായിട്ട് സമാഹരിക്കുന്നത്. പിന്നെ അതുകൂടാതെ ഞങ്ങളിപ്പോൾ ഇവിടെ തന്നെയുള്ള കമ്മിറ്റി മെമ്പർമാർക്ക് പിന്നെ അൽ അമാൻ പരസ്പര സഹായ നിധി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് അത് ആക്ച്വലി ഈ പലിശരഹിത വായ്പ, അതായത് നമ്മുടെ അംഗങ്ങൾ തന്നെ മന്ത്ലി ഒരു പൈസ കമ്മിറ്റിയിൽ വെക്കും. കമ്മിറ്റിയിൽ വെച്ചിട്ട് അതൊരു ഒരു 6 മാസം വരെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 10,000 റിയാൽ വരെ ലോണായിട്ട് കൊടുക്കും. അത് 8 മാസം കൊണ്ട് തിരിച്ചടക്കുന്നത്. അതിൽ വേറെ ബെനിഫിറ്റ് ഒന്നും വാങ്ങുന്നില്ല ആക്ച്വലി. എങ്ങനെയാണ് പിന്നെ അവർക്ക് ഇപ്പോൾ അത്യാവശ്യമായിട്ട് ഇപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർ എടുക്കും, എന്നിട്ട് തിരിച്ചു വരും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഇപ്പോൾ തന്നെ അത് ഒരു ലക്ഷങ്ങളായി ഞങ്ങൾ വായ്പയായിട്ട് കൊടുത്തു. ഓക്കെ, പ്രത്യേകിച്ച് പുതിയതായിട്ട് എന്തെങ്കിലും എന്താ പറയുക മനസ്സിൽ ആശയങ്ങളുണ്ടോ ട്രഷറർ എന്നുള്ള നിലയിൽ? ഇപ്പോൾ ഞങ്ങളിപ്പോൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്യുന്ന ഇപ്പോൾ ഇവിടുന്ന് നാട്ടിൽ നിന്ന് തിരിച്ചു പോകുന്ന ആളുകളുണ്ടാവും. അവർക്ക് ഇനി എന്തെങ്കിലും ഒരു വരുമാന മാർഗം ഉണ്ടാക്കണം എന്നുള്ള ആ രീതിയിലുള്ള പ്രവാസികൾ എന്ന് പറയുന്നത് ഇവിടെ കഷ്ടപ്പെടും, നാട്ടിലെത്തുമ്പോൾ ഒട്ടക്കൈയായി മാറുകയാണ് ചെയ്യുക. അപ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതുണ്ട്. തീർച്ചയായിട്ടും. പിന്നെ അതിനുള്ള പ്ലാനിങ് ഒക്കെ നടക്കുന്നുണ്ട്. അത് കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ്, കാരണം കുറേ ആളുകൾ കൂടി. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്തെങ്കിലും നാട്ടിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണോ, അതോ ഇവിടുന്ന് തന്നെ സ്വരൂപിച്ച് കൂട്ടിയ പൈസ അങ്ങനെയാണോ? ഒരു ഫൈനൽ ആയിട്ടില്ല, അപ്പോൾ ചർച്ചകൾ പുരോഗമിക്കും. അതേ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇവിടുന്ന് ഇപ്പോൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ നാട്ടിൽ ഒരു ഫിക്സ്ഡ് ആയിട്ട് ഒരു ഇൻകം കിട്ടണം എന്നുള്ള ഒരു കാരണം. ഇപ്പോൾ ചില ആൾക്കാർ നല്ല സാമ്പത്തികമായിട്ട് മുന്നോട്ടുണ്ടാവും, ചില ആളുകൾ സാമ്പത്തികമായിട്ട് ഡൗൺ ആയിരിക്കും. അപ്പോൾ അവർക്ക് കൂടി ഒരു ബെനിഫിറ്റ് എന്താകണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ബിൽഡിംഗ് എടുത്തിട്ട് റെന്റ് കിട്ടുന്ന രീതിയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസ് അങ്ങനെയൊക്കെ നോക്കുന്നുണ്ട്.
ലേഡീസ് വിങ്ങിൻ്റെ പ്രസിഡൻ്റാണ് അല്ലേ? അതെ അതെ. 44 വർഷമായിട്ടാണ് ഈ മുസ്ലിം വെൽഫെയർ അസോസിയേഷൻ ജെൻസിൻ്റെ ഒരു കമ്മിറ്റി വന്നിട്ട്. ഞങ്ങൾ ലേഡീസിൻ്റെ കമ്മിറ്റി വന്നിട്ട് ഇപ്പോൾ ഒരു 5 വർഷമായി. അത് ശരി, ആദ്യം മുതൽ ഇല്ല. 5 വർഷമായിട്ടുള്ളൂ ലേഡീസിൻ്റെ കമ്മിറ്റി വന്നിട്ട്. ഒരു 5 വർഷമായിട്ടുള്ളെങ്കിൽ കൂടി നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി. അതിൻ്റെ ഫസ്റ്റ് പ്രസിഡന്റ് വരെ ഞാനിപ്പോൾ രണ്ടാമത്തെ പ്രസിഡന്റാണ്. അതെ. ഇതിലിപ്പോൾ ഞങ്ങൾ ജെൻസ് വിങ്ങിൻ്റെ ഒരു ലേഡീസ് വിങ്ങിൻ്റെ ഒരു വേർഷൻ ആണെങ്കിൽ കൂടി ഞങ്ങൾ സെപ്പറേറ്റ് ആണ്. സെപ്പറേറ്റ് തന്നെ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് നമ്മൾ സെപ്പറേറ്റ് മാതൃസംഘടനയായിട്ട് ഒരു ലവ് ആൻഡ് ചാരിറ്റിയാണ് ഞങ്ങളുടെ ഒരു ക്യാപ്ഷൻ വന്നിട്ട്. ലവ് ആൻഡ് ചാരിറ്റി ഞങ്ങളുടെ ഒരു കൂട്ടായ്മയും അതിൻ്റെ കൂടെ നമ്മൾ ചാരിറ്റിയും കൂടെ ചെയ്യുന്നതാണല്ലോ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അത് കൂട്ടായ്മ കൂടാനായിട്ട് ഒരു കുറി അങ്ങനത്തെയൊക്കെ സംഭവങ്ങളൊക്കെ നടത്താറുണ്ട്. പിന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ, അതായത് ഞങ്ങളൊരു 14 പേർക്ക് ഒരു റേഷൻ പദ്ധതി ഞങ്ങളുടെ കൊയിലാണ്ടി ആ ഏരിയയിലുള്ള ഒരു 14 കുടുംബത്തിന് ഒരു മാസത്തിൽ 1000 രൂപ ഞങ്ങൾ ഒരുമിച്ച് ഒരു ഹദിയ എന്നുള്ളൊരു അതിനൊരു പേര്, ഒരു ഓമന പേരൊക്കെ ഇട്ടിട്ട് നമ്മൾ ഒരു ജനുവരി മന്തിൽ നമ്മൾ അതെല്ലാം ഹദിയ. അതെ, ഒരു 14 പേർക്ക് ഇപ്പോൾ ഓൾറെഡി നമ്മളൊരു ക്യാഷ് വേണ്ടവർക്ക് ക്യാഷ്, അല്ലെങ്കിൽ അവരുടെ എന്താണോ അവർക്ക് എന്താണോ വേണ്ടത്, മെഡിസിൻ ആണെങ്കിലും മെഡിസിൻ അങ്ങനെ കൊടുക്കും. പിന്നെ ഈ അടുത്ത കാലത്തായിട്ട് ഒരു കിണർ നമ്മൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു പൊതുവല്ല ഒരു 11 ഫാമിലി ഉള്ള ഒരു വീടെടുത്ത് അവർക്കൊരു കിണറിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഞങ്ങളത് കുറേ പഞ്ചായത്ത് നമ്മൾ കുറച്ച് വിട്ടിട്ട് ഉള്ള ഒരു സ്ഥലത്ത് നമ്മുടെ കിണർ അതിന്റെ ഇനോഗ്രേഷന് അടുത്ത് വരുന്നേ ഉള്ളൂ. അങ്ങനെ പിന്നെ ഇപ്പോൾ നമ്മളിങ്ങനെ ഓരോ പ്രവർത്തനങ്ങൾ നമ്മൾ അവിടുന്ന് വരുന്ന ലെറ്ററുകൾ അനുസരിച്ചിട്ട് ഓരോ പ്രവർത്തനങ്ങൾ നടത്തുകൊണ്ടിരിക്കുക. എത്ര മെമ്പേഴ്സ് ഉണ്ട് ഇപ്പോൾ ലേഡീസ്? നമ്മളിപ്പോൾ ഒരു 90 മെമ്പേഴ്സിൻ്റെ അടുത്ത് ആക്റ്റീവായിട്ട് ഒരു 45-50 പേരുണ്ട്. എങ്കിലും 90 മെമ്പേഴ്സ് ഉള്ള ഇപ്പോൾ ഒരു നമ്മളൊരു കൂട്ടായ്മ. എക്സിക്യൂട്ടീവ്സിൽ എത്ര? അതെ, എക്സിക്യൂട്ടീവ്സിൽ 20 പേര്. ഫാമിലീസിനൊക്കെ എന്താണ് നിങ്ങൾ എന്റർടൈൻമെന്റ് ചെയ്യുക? ഐ മീൻ വീക്കെൻഡിൽ അങ്ങനെ ഉണ്ടോ, അതോ കോമൺ ആയിട്ട് ഇയർലി ഒരു പ്രോഗ്രാം വെച്ച്? അല്ലാണ്ട് നമ്മൾ എല്ലാ മന്ത്ലി നമ്മൾ കൂടുന്നുണ്ട്. ഞങ്ങളൊരു കുറിയുണ്ട്, ഞങ്ങളൊരു അത് സ്നേഹനിധി എന്ന് പേരിൽ ഒരു കുറിയുണ്ട്. അതെ, അതിനൊരു കുറി എന്ന് വെച്ചാൽ നമ്മൾ ഓരോ മെമ്പേഴ്സിലും ആ കുറി, അതായത് ഞങ്ങൾ കുറി എന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടിയിട്ടല്ല, ഞങ്ങൾ ആ നറുക്കെടുക്കാൻ വേണ്ടി നമ്മൾ കൂടുതൽ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും നമ്മളെല്ലാ മെമ്പേഴ്സും അതിനകത്ത്. പക്ഷേ നമുക്ക് എല്ലാ മന്തിലും നമുക്ക് മീറ്റ്, അതാണ് നമ്മുടെ മെയിൻ ഐഡിയ. നമ്മൾ അത് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഞങ്ങൾ അതിൽ മീറ്റ് ചെയ്യും. അതിൽ നിന്ന് നമ്മൾ ഒരു ചെറിയൊരു, അതായത് ഒരു 200 റിയാലിന്റെ കുറിയാണെങ്കിൽ അതിലൊരു 100 റിയാൽ നമ്മളെ കമ്മിറ്റിയിൽ. അതാണ് ഞങ്ങളുടെ കമ്മിറ്റിയിലുള്ള എന്ത് വരുമാനം ആ വരുന്നത് അങ്ങനെയാണ്. പിന്നെ മെമ്പേഴ്സിൽ നിന്ന് എടുക്കുന്നതെല്ലാം കൂടെ. അതുപോലെ തന്നെ ഇപ്പോൾ ലേഡീസിന് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് ക്ലാസ്സുകൾ, അങ്ങനത്തെ ഒരു ലേഡീസിനെ ഗുണത്തിൽ വേണ്ടിയിട്ടുള്ള കുറേ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ? ഞങ്ങൾ ഈ റംസാൻ ഉണ്ടല്ലോ, ഞങ്ങൾ റംസാൻ ആയി കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈനായിട്ട് ചിലപ്പോൾ വരാൻ പറ്റാത്തവർക്ക് ഓൺലൈനായിട്ട് നമ്മൾ ക്ലാസ്സുകൾ അങ്ങനെയൊക്കെ സംഘടിപ്പിക്കും. പിന്നെ നമ്മൾ മെയിനായിട്ട് നമ്മൾ ഇവിടെ എല്ലാവർക്കും നമുക്ക് അത്ര വലിയൊരു എക്സ്പ്ലോർ ചെയ്യണം, നമുക്ക് കൂടി ചില അവസരങ്ങൾ കിട്ടുന്നില്ലല്ലോ. അപ്പം മെയിനായിട്ട് ഇതാണ് നമ്മളെല്ലാവരും ഒരു അങ്ങനെ ഒരു അവസരം, നമ്മളെല്ലാവരും ഒരു ഫ്രണ്ട്ഷിപ്പ് ഒന്ന് നമ്മൾ അതാണ് മെയിൻ നമ്മളുടെ. ഓക്കെ, താങ്ക് യു. അപ്പം എന്താ പറയുക, ഈ ഒരു ബോണ്ടും സ്ട്രെങ്ത്തും ഒക്കെ എപ്പോഴും നിലനിൽക്കട്ടെ, അതിന് ചുക്കാൻ പിടിക്കാൻ നൗഷിബയ്ക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. കൊയിലാണ്ടി മുസ്ലിം വെൽഫെയർ അസോസിയേഷൻ്റെ
എന്താണ് ജഡ്ജായിട്ട് ഈ പരിപാടിക്ക് അല്ലേ കൊയിലാണ്ടി ഫെസ്റ്റ് സീസൺ 2 ജഡ്ജായിട്ട് വന്നതാണ്. എന്താണ് എക്സ്പീരിയൻസ് ഇതിനെക്കുറിച്ചിട്ട് പറയാനുള്ളത്? പ്രത്യേകിച്ച് ഒരു കൊയിലാണ്ടിയിലല്ലാതെ ഒരു തൃശ്ശൂർ സ്വദേശിയായ അല്ലേ? അതാണ് ഞാൻ പറയാൻ വന്നത്. കാരണം ഞാൻ തൃശ്ശൂർ ജില്ലയിൽ പാവർട്ടിയാണ് സ്വദേശം. 25 വർഷമായി ഖത്തറിൽ. പക്ഷേ ഈ ഒരു കൊയിലാണ്ടി മുസ്ലിം വെൽഫെയറിൻ്റെ എല്ലാ വർഷത്തെ പരിപാടിയിലും ഞങ്ങൾ രണ്ടുപേരും ക്ഷണിക്കാറുണ്ട്, ജഡ്ജായിട്ട് നിൽക്കാറുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കത് വേറെ നമ്മളറിയാത്തൊരു സ്ഥലത്ത് പോയ മാതിരി ഫീൽ ചെയ്യാറില്ല. എല്ലാവരും വളരെ ഫ്രണ്ട്ലി, എന്താ പറയുക, അത്രയും അടുപ്പുള്ളവരാണ്. പ്രത്യേകിച്ച് കോഴിക്കോട്ടിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ആതിഥ്യമര്യാദ സ്നേഹിക്കാൻ നല്ല മനസ്സുള്ളവരാണ് കോഴിക്കോടുകാർ. പ്രൗഡ് ഓഫ് ആസ് എ കോഴിക്കോട്. താങ്ക് യു. അല്ല, അത് ഞാനൊരു ഇതിനു വേണ്ടി പറഞ്ഞല്ല, സത്യം പറഞ്ഞാണ്. കാരണം നമ്മളെ നാടിനെ കുറിച്ച് പറയാനല്ല, പക്ഷെ അതിനേക്കാളൊക്കെ വളരെ മുൻപന്തിയിലാണ് കോഴിക്കോട്ടുകാർ. അപ്പം നമ്മൾ എല്ലാ കാര്യത്തിലും പിന്നെ നമ്മളെ അത്രയും ഫ്രണ്ട്സാണ് ഇവിടെ ഉള്ളവർ. അധികം ആൾക്കാരും നമ്മൾ അത്ര അടുപ്പുള്ളവരാണ്. രാവിലെ മുതൽ ഉണ്ടായിരുന്നു എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു ചുരുക്കം ഒന്ന് പറയാമോ? പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത ടൈം മുതൽ ഉണ്ടായിരുന്നു? ഇല്ല, രാവിലെ മുതൽ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം വന്നാൽ ഗെയിംസ് ഒക്കെ ഞങ്ങളാണ് കൈകാര്യം ചെയ്ത് കണ്ടക്ട് ചെയ്തത്. ടഗ് ഓഫ് വാർ, അതേമാതിരി ഫുട്ബോള്, പിന്നെ സാക്ക് റേസ്, റണ്ണിങ് റേസ്, ഇതൊക്കെ ഞങ്ങൾ തന്നെയാണ് ചെയ്തത്. ഒരുപാട് പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. നല്ല സന്തോഷം. അതുപോലെ തന്നെ ഇപ്പൊ പലഹാരങ്ങളുടെ ഒരു എന്താണ് തൃശ്ശൂരിൽ നിന്ന് ഇങ്ങനെ വെറൈറ്റീസ് അല്ലെ ഫുഡ്? കോഴിക്കോടിനെ പറ്റി പറയുമ്പോഴാണല്ലോ ഒരുപാട് മലബാറി വെറൈറ്റീസ് ഓഫ് ഫുഡ് എന്തോ പറയണ പോലെ. പക്ഷെ സത്യം പറയണമെങ്കിൽ അല്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. മീൻസ് നമ്മൾ ഫുഡിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ആദ്യം പറയും കോഴിക്കോട് പോയിട്ട് ഫുഡ് കഴിക്കണം അല്ലേ? അങ്ങനെയാണല്ലോ നോർമലി ഒരു ഇത്. അപ്പം എന്താണ് ആ ഒരു എക്സ്പീരിയൻസ്? ഫുഡ് ആള് കൂടുന്ന സ്ഥലത്ത് ഞങ്ങളിപ്പോ കണ്ടൊരു 4-5 ടേബിൾ മൊത്തം പലഹാരങ്ങൾ ഓരോരുത്തർ ഉണ്ടാക്കി കൊണ്ടുപോകുന്നതാണ്, നമ്മൾ വാങ്ങിയതല്ല. അസോസിയേഷനിലെ തന്നെ ലേഡീസ്. അതെ അതെ അതെ. അതെന്താ പറയാ, ഒന്നും മറക്കാൻ പറ്റാത്ത ആ ഒരു നല്ലൊരു കൈയടി അവർ കൊടുക്കണം. വളരെ സന്തോഷം. ഇനിയും എല്ലാ വർഷവും ഉണ്ടാവും ഞങ്ങൾ. താങ്ക് യു. നമസ്കാരം ഫറാസ്ക, എന്താണ് ഇതിനെ കുറിച്ചിട്ട് പറയാനുള്ളത്? ഇവിടെ വന്നിട്ട് എന്താ പറയുക, റഷിക്ക പറഞ്ഞ പോലെ തന്നെ തൃശ്ശൂരാണ് സ്വദേശം. അപ്പം നമ്മുടെ കോഴിക്കോട്ടേക്ക് വന്ന് കൊയിലാണ്ടിയിലെത്തി. എന്താണ് പറയാനുള്ളത്? ഈ കൊയിലാണ്ടി ഫെസ്റ്റിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ നേരത്തെ റഷീദ് സൂചിപ്പിച്ച പോലെ നേരത്തെ ഞങ്ങൾ തന്നെയായിരുന്നു ഇതിൻ്റെ ജഡ്ജസിൽ ഉണ്ടായിരുന്നത്. റഫറി, ജഡ്ജ് എന്നൊക്കെ പറയുന്ന ഭയങ്കര ടാസ്കുള്ള കാര്യങ്ങളാണ്. ഭയങ്കര ശക്തമായിട്ടുള്ള മത്സരങ്ങളാണ് രണ്ട് ടീമും എടുക്കുന്നത്. പിന്നെ അതിൻ്റെ എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ടീമിൻ്റെ ഒരു ബലം കണ്ടാൽ തന്നെ അറിയാം അവർ എത്രത്തോളം ഒരു ഇൻവോൾവ് ആണെന്നുള്ളത്. പിന്നെ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് 44 വർഷം പ്രത്യേകിച്ച് കോഴിക്കോട് ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടായ്മകളും പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുള്ളത് എല്ലാവരും ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അതിൽ മറ്റേ എന്താ പറയുക, ജില്ലയുടെ അതിർവരമ്പുകളില്ലാതെ എല്ലാം ചേർത്ത് നിർത്തുക എന്നുള്ള ഏറ്റവും വലിയൊരു കാര്യം. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഒരു പക്ഷേ ആ സ്നേഹം ഉള്ളികൾ കൊണ്ടായിരിക്കും ഞാൻ റഷീദ് തൃശ്ശൂർ ജില്ലക്കാരായിട്ട് പോലും ഇതിൽ വന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ കലാപരിപാടികളൊക്കെ? ഇനിയിപ്പോൾ ഡാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും തോന്നുന്നു അല്ലേ? ഒരുപാട് അതിലൊക്കെ നിങ്ങൾ തന്നെയാണോ ജഡ്ജസ്? എങ്ങനെയാണ്? ഞങ്ങൾ ആക്ച്വലി ഇതിൻ്റെ സ്പോർട്സിൻ്റെ വിഭാഗം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഇവിടെ നമ്മുടെ തന്നെ ടീമിലുള്ള ആളുകൾ തന്നെയാണ് ഇവിടെ ഇതിൻ്റെ കലാപരിപാടികൾ, ഗാനമേള, അതുപോലെ തന്നെ മ്യൂസിക് നൈറ്റൊക്കെ ഉണ്ട്. അതോടൊപ്പം കുറച്ച് വെറൈറ്റി പരിപാടികളൊക്കെ കണ്ടത് മൈലാഞ്ചി നൈറ്റ് തന്നെ പരിപാടിയുണ്ട്. പിന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു പരിപാടി കണ്ടത് വാട്സപ്പ് സർഗവേദി എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി അവർ ഇറക്കിയിട്ടുണ്ട്. ഇത് വാട്സപ്പിലൂടെ തന്നെ കലാകാരന്മാരെ തിരിച്ചറിഞ്ഞിട്ട് അതിനകത്ത് ഒരുപാട് കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു പ്രോഗ്രാം അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നേരത്തെ റഷീദ് സൂചിപ്പിച്ചുള്ള പലഹാര പ്രതീസ ഒരു രക്ഷയില്ല. 5-8 ടേബിളിൽ നിന്ന് പലഹാരം നിരത്തി വെച്ചിട്ട് ഇഷ്ടപ്പെട്ട സത്യം. നമ്മൾ തൃശ്ശൂർക്കാരായതുകൊണ്ട് തന്നെ സത്യത്തിൻ്റെ പേരുകൾ ബുദ്ധിമുട്ടാണ്. പക്ഷെ അറിയുന്നത് സത്യം ഒന്നും അറിയില്ല തന്നെ പറയാം. എല്ലാം കഴിച്ചു. അതെ അതെ. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇനിയും ഇങ്ങനെ കൊയിലാണ്ടി ഫെസ്റ്റ് സീസൺ 3 നിങ്ങൾ തന്നെ ജഡ്ജും റഫറിയും ഓൾ ഇൻ ആയിട്ട് എത്താൻ ആശംസിക്കുന്നു. താങ്ക് യു.